കറണ്ട് പോയി ഒന്ന് ഒക്കത്തണി കണ്ണും വീഴ്ച നോക്കുമ്പോ സമയം 3:30 കഴിഞ്ഞ്. പുറത്തിറങ്ങി നോക്കിയപ്പോ നല്ല കിടലം മഴ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുത്തിയിരുന്ന് റീലാണ് വീടിന് മൊത്തം ഫുഡിന്റെ റീൽ. കൊടലെ കത്തല മാറ്റി നമ്മൾ അത്യാവശ്യം ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം മാറ്റി നമ്മളെ ഷൈനിങ്ങിൽ ബുള്ളറ്റ് ബൈക്കിൽ ഒരു എൻട്രിയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും പോവാൻ നമ്മളെ കയ്യിൽ കിട്ടിയത് അശ്വിന്റെ ഹോണ്ട ഷൈൻ ആയതുകൊണ്ട് ഷൈനിൽ ഷൈൻ ചെയ്തങ്ങ് പോവാന്ന് വിചാരിച്ചു. വണ്ടി എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് റോഡിലൂടെ കപ്പലോടിക്കുക. അതുപോലെ ഉള്ളത് നമ്മളിന് ഫുഡ് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ പോകുന്നതിന്റെ റൈഡിംഗ് സ്കില്ലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ നേരെ വിട്ട് അളവും തിരിവ് ഓവർടേക്കുകളൊക്കെ കഴിഞ്ഞ് എത്തി നിൽക്കുന്നത് നമ്മളെ ഹൈ അയവർക്കാൻ ഇതിന് മാത്രം അടിപൊളി ഓർമ്മയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മളെ വണ്ടി നേരെ വളച്ച് ഫുഡ് സ്പോട്ടിലേക്ക് വിട്ടു. മഴയത്തൊരു ചാക്കോൾ ഷവർമ്മയൊക്കെ തിന്നു പൂതി മൂത്തഞ്ഞ് പിന്നെ അത് കിട്ടുന്ന ഏക സ്ഥലമല്ല നമ്മളെ ഷവർമതി. ഷവർമതി എന്നുള്ള പേര് പോലെ തന്നെ നല്ല പാകണ തീയില് കറങ്ങണ വീടിനെ ചെത്തി കൊത്തി നോക്കി നല്ല നൈസിൽ റാപ്പിൽ റോളാക്കി തരുന്ന കാത്ത് വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഞാനും. പിന്നെ കറങ്ങി വന്ന മെനു എടുത്ത് നോക്കി നമ്മളൊരു ബസ്ക ചീസ് ഷവർമയും ഒരു അറബിക് ചീസും ഓർഡർ ചെയ്ത് ബിഗ് റൗണ്ടഡ് ബന്ന് കിട്ടിയത് അതിനകത്ത് മയണൈസും ചീസും സോസും ബാക്കി മീറ്റിന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ടോസ്റ്റ് ചെയ്ത് തരുന്ന ഒരു ഐറ്റാണ് ബസ്ക ചീസ് ബൺ. പിന്നെ റൊമാനോ റോട്ടില് മയണൈസും ഫ്രൈസും ചീസും ഒക്കെ വെച്ച് മീറ്റിൽ ഫില്ല് ചെയ്ത് റൗണ്ട് ചെയ്ത് ടോസ്റ്റ് ചെയ്ത് തരുന്ന ഐറ്റാണ് അറബിക് ചീസ്. ലൊക്കേഷൻ വരുന്നത് പാപ്പിൻശ്ശേരി ഹൈസ്കൂളിന്റെ അടുത്ത് നല്ല അടിപൊളി ആംബിയൻസിൽ ഔട്ട്ഡോർ സീറ്റിംഗ് ഒക്കെ ആയിട്ട് ചാർക്കോൾ ഷവർമ കിട്ടുന്ന ഏക ഷോപ്പാണ് ഷവർമതി. ചാർക്കോൾ ഷവർമ അധികം കഴിക്കാത്ത സാധനമായിട്ട് എന്തായാലും കഴിച്ചപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെ. ഫുഡ് കഴിച്ച് സന്തോഷിച്ച് നമ്മൾ ഷവർമതിയുടെ ആദ്യം പറഞ്ഞ് കുറച്ച് കടവ് പോയി കുത്തിയിരുന്ന് ക്ഷീണം മാറ്റാന്ന് വിചാരിച്ചു. കടവിലെത്തി കാലം നീട്ടിയിരുന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അന്തരീക്ഷം മൊത്തത്തിലൊരു മാറ്റം. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചാടി വണ്ടി കയറി നമ്മൾ നേരെ നാട്ടിലോട്ട് വിട്ടു. അപ്പൊ ശരി എന്നാ.